ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ കനിമോൾ ഹായ് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പെട്ടെന്ന് തന്നെ ഹായ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഇലവീട പൂഞ്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ പോവുകയാണ്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൽ പോണതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കൂടെ ട്രിപ്പിനൊക്കെ വരുന്ന നമ്മളുടെ ഏട്ടൻ്റെ അനിയനും ഭാര്യയും കുഞ്ഞുമാണ് കേട്ടോ. അവർ നമ്മളുടെ കൂടെ 1-2 ട്രിപ്പിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ജസ്റ്റ് വീട്ടിൽ വന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൽ പോയതാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു 1/4 മണിക്കൂറൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ആയിട്ടോ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 3:30 കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അപ്പോൾ ജസ്റ്റ് ഒരു മഴയുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതേ പോവുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുമെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ സമയമായിരുന്നല്ലോ. പിന്നെ നമ്മളിതേ പെട്ടെന്ന് അവിടെ എത്തി. ചെറിയൊരു മഴയും മഞ്ഞും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഹായ് തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെ എല്ലാ സ്ഥലത്തും പോകുമ്പം ഈ വ്ളോഗൊക്കെ എടുക്കണം, കാരണം എല്ലാവരും എന്നെയും ക്യാമറയും കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഹായ് ഒക്കെ പറഞ്ഞ് ഇൻട്രൊഡക്ഷനൊക്കെ തരും കേട്ടോ. എല്ലാവരും അറിയാം അവരുടെ കൂടെ നടക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്കാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു നടക്കാനൊക്കെ. അപ്പോൾ നമ്മൾ ഇലവീട പൂഞ്ചിറ എത്തി വണ്ടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നടന്നാണ് കേട്ടോ കയറി പോകുന്നത്. അപ്പോൾ കുഞ്ഞൊക്കെ ഉള്ളതാണ് നമ്മൾ ഒത്തിരി ദൂരം പോയില്ല, ജസ്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് നിന്ന് വ്യൂസൊക്കെ ഒന്ന് കണ്ട് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ, പാറയുടെ മേളിലായിട്ട്. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് താഴത്തെ വ്യൂ മൊത്തം കാണാം. അത് മാത്രമല്ല അതിൻ്റെ ആ മലയുടെ അവിടെയാണ് കേട്ടോ നമ്മുടെ ഒരു സിനിമയൊക്കെ പിടിച്ച ഇലവീട പൂഞ്ചിറ എന്ന് പറഞ്ഞൊരു ഫിലിം പിടിച്ച ലൊക്കേഷനൊക്കെ അവിടെയാണ്. അങ്ങോട്ടേക്ക് നമ്മൾ പോയില്ല, നല്ല രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു. അത് മാത്രമല്ല ചെറുതായിട്ടൊരു ഇടിമുഴക്കം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങോട്ടേക്ക് കയറി പോയില്ല, ഇവിടെ നിന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്, എല്ലാവർക്കും കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ ചെറിയൊരു മഴയും അതുപോലെ തന്നെ ചെറിയൊരു മഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളൊരു ക്ലൈമറ്റിൽ വരുവാണെങ്കിൽ പ്രത്യേക ഒരു ഫീലാണ്. നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. നമുക്ക് വൈകുന്നേരമൊക്കെ കുറച്ച് സമയം വന്നിരുന്ന് വർത്താനമൊക്കെ പറയാനും അതുപോലെ കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴി അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു, അന്നേരം വഴി ഭയങ്കര മോശമായിരുന്നു കേട്ടോ. എന്നിട്ടും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വഴി എല്ലാം സൂപ്പറാക്കി, 2 സൈഡിൽ നിന്ന് വരുന്ന വഴി അടിപൊളിയാക്കി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എത്താനായിട്ട് പറ്റും കേട്ടോ. ഭയങ്കര രസമാണ് ആ വഴി റെഡിയാക്കിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ മേളിൽ നിന്നു കണ്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിങ്ങനെ സന്ധ്യ ആവാറെ നമുക്ക് മേളിലോട്ട് എന്തായാലും കയറി പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, കുറച്ച് വീഡിയോ എടുത്തു. പിന്നെ മഞ്ഞിൻ്റെ കുറേ സംഭവങ്ങൾ കണ്ടു, അതായത് ഓരോ സൈഡിലേക്ക് മാറി മാറി വരുന്നതും പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നതും എല്ലാം കണ്ടു. എല്ലാ വ്യൂവും നമ്മൾ ആസ്വദിച്ചു. അതിനുശേഷം നമ്മൾ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് സന്ധ്യയായി തുടങ്ങിയപ്പോഴത്തേക്കും പോകാമെന്ന് കരുതി ഒരു 5:30-6 മണിയോടുകൂടി തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് എവിടെന്നെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴി കോളപ്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഷാപ്പുണ്ട് കേട്ടോ. തറവാട് എന്നാണ് ഷാപ്പിൻ്റെ പേര്. അടിപൊളി ടേസ്റ്റായിട്ട് ഫുഡ് കിട്ടുന്നൊരു സ്ഥലമാണ്. അവിടെ പോയി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടുത്തെ ഒരു ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. അത് നൈറ്റ് ടൈമിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മേളിലാണ് ഫാമിലി ആയിട്ടൊക്കെ ഉള്ളവർക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു സ്പേസ്. അപ്പോൾ തൊട്ട് സൈഡിലായിട്ട് നമ്മുടെ പുഴയാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ആ ഒരു കുറച്ച് പാർക്ക് പോലെ അങ്ങനത്തെ ഒരു സെറ്റപ്പിലൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇരുന്ന് കഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു സെറ്റപ്പൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പ, മീൻകറി, പൊറോട്ട, അപ്പം, ബീഫ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടു. ഭയങ്കര ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കപ്പയും മീൻകറിയായിരുന്നു. അതുപോലെ തന്നെ പൊറോട്ടയും എല്ലാം നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ബില്ലൊക്കെ കൊടുത്തിട്ട് നമ്മളിതേ നേരെ വീട്ടിലോട്ട് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.